ഹലോ ഫ്രണ്ട്സ്, അംതാൻസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡ് ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 സവാള ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഒരു മുളക് ചെറുതായി കട്ട് ചെയ്തതും, ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചതും, 3 മുട്ട പുഴുങ്ങിയതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച സവാള കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. സവാള സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച മല്ലിയില, വേപ്പില, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, പച്ചമുളക് അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറിയ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടെ ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല പൊടിച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതുപോലെ 4 കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 മുട്ടയും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള അത്ര ബ്രെഡ് എടുത്ത് അതൊരു ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവി കയറ്റിയെടുക്കണം. ഞാൻ മുഴുവൻ ബ്രെഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു കൊടുത്ത് ചെറിയ തീയിൽ ആവി കയറ്റിയെടുക്കാം. ബ്രെഡ് നല്ലപോലെ ആവി കയറി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിന്ന് 2 എണ്ണം പുറത്തെടുക്കാം. ബാക്കി അതുപോലെ അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. നമ്മളിത് പരത്തിയെടുക്കാനാണ്. അപ്പോൾ ചൂടോടെ പരത്തിയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ബാക്കി അടച്ചു വെക്കാൻ പറയുന്നത്. പുറത്തെടുത്ത ബ്രെഡ് നമ്മൾ ചൂടോടെ തന്നെ പരത്തി കൊടുക്കുന്നുണ്ട്. ഒരു ചപ്പാത്തി കുഴൽ വെച്ചിട്ട് ഇതുപോലെ ആവിയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ബാക്കി എല്ലാ ബ്രെഡുകളും പരത്തി കൊടുക്കണം. മുഴുവൻ ബ്രെഡും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദ കൊണ്ടുള്ള പശ എടുക്കാം. ഇത് ബ്രെഡിൻ്റെ 4 വശത്തും ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ നടുഭാഗത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ പീസ് കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ തമ്മിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. മൈദ തേച്ചത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. കണ്ടില്ലേ, ഇത് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കി എല്ലാതും ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ പപ്സുകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ പൊരിച്ചെടുക്കണം. ഒരു വശം വെന്ത് വന്നപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് നമ്മളിത് ചെയ്ത് കൊടുക്കണം. 2 വശവും വെന്ത ശേഷം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. എല്ലാ പപ്സും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു ഹെൽത്തി സ്നാക്സ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ബ്രെഡ് എണ്ണയിൽ ഇട്ടപ്പോൾ തന്നെ നന്നായി എണ്ണ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല എണ്ണയായിരുന്നു. എത്ര ടിഷ്യൂ വെച്ച് തുടച്ചിട്ടും എണ്ണ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതൊരിക്കലും ഇതുപോലെ ചെയ്തെടുക്കരുത്. നമുക്ക് മറ്റൊരു രീതിയിലും ഇത് വേവിച്ചെടുക്കാം. ഹെൽത്തി രീതിയിൽ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പപ്സ് ചേർത്ത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് ഇത്. കാരണം ഇതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് മൊരിഞ്ഞ പോലെ ആയി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. എങ്കിലും നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുന്ന അത്ര ഡേഞ്ചർ അല്ല. കാരണം ഒരുപാട് എണ്ണ മെഴുക്ക് ചെല്ലുന്നത് നമുക്കും കുട്ടികൾക്കും ഒക്കെ കേടാണ്. അപ്പോൾ ഇതുപോലെ ഇത് തയ്യാറാക്കി എടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം. ഫീഡ്ബാക്കുകൾ കമൻറ്റിൽ അറിയിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബായ്.